ഒടുവിൽ സെലൻസ്കി അമേരിക്കക്ക് വഴങ്ങുകയാണ്. പക്ഷെ അമേരിക്ക അവർക്കേറ്റ അപമാനത്തിൽ സെലൻസ്കിയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നു. ഈ ഭൂമി ഇടപാടിലെ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നടത്തിയ പെരുമാറ്റത്തിന് പരസ്യമായ ക്ഷമാപണം നടത്തേണ്ടി വരുമെന്നാണ് ഫോക്സ് ന്യൂസ് ഇരുവരെയും ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. വൈറ്റ് ഹൌസിലെ രൂക്ഷമായ തർക്കത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കീവും വാഷിംഗ്ടണും US-ന് ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ അനുവദിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ സെലൻസ്കിയുടെ അമേരിക്കൻ നേതൃത്വവുമായുള്ള ചൂടേറിയ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രക്രിയ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. തിങ്കളാഴ്ചത്തെ ഒരു റിപ്പോർട്ടിൽ ഫോക്സ് ന്യൂസ് ലേഖകൻ പീറ്റർ ഡൂഡി ഉക്രൈൻ അമേരിക്കയുമായി വലിയ രീതിയിൽ അകന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. സെലൻസ്കി ക്യാമറകൾക്ക് മുൻപിൽ പോയി ഓവൽ ഓഫീസിൽ പെരുമാറിയ രീതിക്ക് പരസ്യമായി ക്ഷമാപണം നടത്തുന്നതുവരെ ഈ ധാതു ഇടപാടിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുമായി ക്രിയാത്മകമായ സംഭാഷണവും ചർച്ചയും ചെയ്യാനും തുടരാനും കരാറിൽ ഒപ്പിടാനും തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി BBC-യോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ഏറ്റുമുട്ടൽ പരമ്പരയ്ക്ക് മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സമാനമായി സെലൻസ്കിയോട് നമ്മുടെ സമയം പാഴാക്കിയതിനും രാജ്യത്തെ പരാജയമാക്കി മാറ്റാൻ ശ്രമിച്ചതിനും ക്ഷമ ചോദിക്കാൻ സെലൻസ്കിയോട് ആവശ്യപ്പെടുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപിനോടും വാൻസിനോടും ക്ഷമാപണം നടത്താൻ താൻ ബാധ്യസ്ഥനല്ലെന്നാണ് ഇതിന് ഉക്രൈൻ നേതാവ് മറുപടി നൽകിയതെന്ന് ഫോക്സ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച ഇതേ മാധ്യമത്തോട് സംസാരിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് സെലൻസ്കി സമാധാനം നടത്താൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തെ പ്രശ്നക്കാരനായി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. സമയം അദ്ദേഹത്തിന്റെ പക്ഷത്തല്ല. ഈ സംഘർഷം എന്നേക്കുമായി തുടരുന്നതിന് സമയമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച CNN നൽകിയ അഭിമുഖത്തിൽ വാട്സ് സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് സെലൻസ്കിയുടെ വ്യക്തിപരമായ പ്രചോദനങ്ങളോ രാഷ്ട്രീയ പ്രചോദനങ്ങളോ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വ്യക്തമാവുകയാണ്. നമ്മുടെ കൈകളിൽ ഒരു യഥാർത്ഥ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ നേരിടാനും ഒടുവിൽ റഷ്യക്കാരെ നേരിടാനും ഈ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുന്ന ഒരു നേതാവിനെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഉക്രൈൻ ജനതയോട് അദ്ദേഹം വിശദീകരിച്ചു. വൈറ്റ് ഹൌസിൽ വെള്ളിയാഴ്ച നടന്ന യോഗം ഒരു വാക്കുപോരിൽ കലാശിക്കുകയായിരുന്നു. അമേരിക്കയോട് വേണ്ടത്ര ബഹുമാനം പുലർത്തുന്നതിൽ ഉക്രൈനും സെലൻസ്കിയും പരാജയമാണ് എന്നാണ് വാൻസും ട്രംപും ചൂണ്ടിക്കാണിച്ചത്. ഇതേ തുടർന്നാണ് പിന്നീട് ചർച്ച പോലും നടക്കാതെ പോയത്. Waytonikah.com, the exclusive Muslim matrimonial site.